ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊന്നൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു എയർ ഗണ്ണാണ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചില്ല കിടു സാധനമാണ്. നിങ്ങളിപ്പോൾ കണ്ടു നോക്കുക, നമ്മൾ PVC പൈപ്പ് അതുപോലെ വാട്ടർ ബോട്ടിലൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് ഇട്ടാലോ. ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമുക്ക് ഗൺ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത് നമുക്ക് ആദ്യം പറയാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. നമ്മൾ 2 ലിറ്റർ ബോട്ടിലാണ് ഇതിനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 2 കിട്ടുക, അതുകൊണ്ട് നമ്മൾ 2 ലിറ്റർ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് ബോട്ടിലാണെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 1/2 ഇഞ്ചിൻ്റെ പൈപ്പാണ് വേണ്ടത്. അപ്പോൾ അത് നമ്മളൊരു 9 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ഒരു പീസ് ഉണ്ട്. പിന്നെ 1/2 ഇഞ്ചിൻ്റെ നമുക്കത് ഒരു 4 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ഒരു പീസ്. അതുപോലെ തന്നെ 1/2 ഇഞ്ചിൻ്റെ തന്നെ 2 ചെറിയ പീസ് എടുത്തേണ്ടത്. 2 ഇഞ്ച് നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 1/2 ഇഞ്ചിൻ്റെ ഒരു ടീ ആണ് വേണ്ടത്. പിന്നെ മെയിൻ സാധനം നമുക്ക് വേണ്ടത് സൈക്കിളിൻ്റെ ബാൽ ട്യൂബാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ഇഞ്ചിൻ്റെ വാൾവ്. ഇത് കണക്ട് ചെയ്യാനായിട്ട് 2 ത്രെഡ് സാധനമുണ്ട്. പിന്നെ ഒരു എൻഡ് ക്യാപ്പ്, പിന്നെ ഒട്ടിക്കാനായിട്ട് ഒരു MC നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് പൈപ്പൊക്കെ ഒട്ടിക്കുന്ന നമ്മൾ പശൻ ഹൈ ബോണ്ട്, ഈ ഒരു പശ നമുക്ക് വേണം. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് ഫ്രണ്ട്സ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് എങ്ങനെയാണ് ഗണ്ണ് ഉണ്ടാക്കാമെന്ന് പറയാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടിലിൻ്റെ ഒരു ഭാഗത്ത് ഹോൾ ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ ബാൽ ട്യൂബ് കൂടെ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അകത്തുനിന്നാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അടുത്തായിട്ട് മാക്സിമം ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഹോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാൽ ട്യൂബ് നല്ല ടൈറ്റായിട്ട് നിൽക്കണം. അതായത് ഇതിൻ്റെ ഉള്ള എയർ അടിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ടൈറ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ ഹോൾ ഇട്ട് കൊടുക്കാം. വലിയ ഹോൾ ഇടരുത്. ഓക്കെ ഫ്രണ്ട്സ്, അതിനായിട്ട് നമ്മളിത് കമ്പി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ ഹോൾ ഇടാം. അപ്പോൾ അതേ നമ്മൾ പറഞ്ഞതുപോലെ കറക്റ്റ് ബാൽ ട്യൂബ് ടൈറ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ ഹോൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാൽ ട്യൂബ് അകത്തുനിന്ന് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നെട്ടിട്ട് മുറുക്കി കൊടുക്കാം. ടൈറ്റായിട്ട് നിൽക്കണം, എയർ അടിക്കാനുള്ള. അപ്പോൾ എയർ ലീക്ക് ചെയ്യാൻ പാടില്ല ഫ്രണ്ട്സ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 1/2 ഇഞ്ചിൻ്റെ 2 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ കുപ്പിയുടെ ആ ഒരു ഭാഗത്ത് നമുക്ക് ഫിറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ചെറിയൊരു ലൂസുണ്ട് കണ്ടോ, ചെറിയൊരു ലൂസ് ഉള്ളത് കൊണ്ട് നമ്മൾ ടെഫ്ലോണോ അല്ലെങ്കിൽ ടേപ്പോ ചുറ്റിയിട്ട് നമുക്ക് കറക്റ്റ് ടൈറ്റ് ആവുന്ന രീതിയിൽ ഒന്ന് ഫിറ്റ് ചെയ്യണം. അപ്പോൾ എയർ ലീക്ക് ചെയ്യരുത്, അതിന് വേണ്ടിയാണ് നമ്മൾ ചുറ്റുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ നല്ല രീതിയിൽ ടൈറ്റ് ആവുന്ന വിധത്തിൽ നമ്മൾ ടേപ്പ് ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കറക്റ്റ് ടൈറ്റായിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ല രീതിയിൽ ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ എയർ ഒരിക്കലും ലീക്ക് ചെയ്യാൻ പാടില്ല, അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചുറ്റിയത്. അതിനുശേഷം അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ഇഞ്ചിൻ്റെ ടീ ഉണ്ടല്ലോ, അത് നമ്മളവിടെ ഫിറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ടീ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ 4 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് ടീയുടെ താഴ്ഭാഗത്ത് നമുക്ക് ഫിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കത് ക്ലോസ് ചെയ്യാം. 1/2 ഇഞ്ചിൻ്റെ എൻഡ് ഗ്യാപ്പ് ഇട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം വിട്ടുപോയായിരുന്നു, എന്താണെന്ന് വെച്ചാൽ പശ ചെയ്ത് ഒട്ടിക്കാൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും പശ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നല്ല ടൈറ്റായിട്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് നമ്മൾ മറ്റേ പീസ് ഉണ്ടല്ലോ, അതായത് 2 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത മറ്റേ പീസ്, ആ ഒരു പീസ് നമുക്ക് ഈ ടീയുടെ മറ്റേ ഭാഗത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് പശ തേക്കാം. ഓക്കെ, പശ ചെയ്ത് നമുക്ക് ഒട്ടിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ മറ്റേ പീസ് ഇവിടെ സെറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാൾവ് സെറ്റ് ചെയ്യണം. അതായത് വാൾവ് നമുക്കിവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് ത്രെഡഡ് വാൾവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 2 പീസ് നമുക്കിത് ഇവിടെ തിരിച്ച് സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ 2 സൈഡിൽ നമുക്ക് ഈ ഒരു പീസ് തിരിച്ച് സെറ്റ് ചെയ്യണം ഫ്രണ്ട്സ്. അതിന് ശേഷം നമുക്ക് ഈ വാൾവ് ഇവിടെ സെറ്റ് ചെയ്യണം. ഇപ്പോൾ കറക്റ്റ് ഈ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യണം. ഇത് നമുക്ക് ഇവിടെ കൈ പിടിക്കാനുള്ളതാണ്. നമുക്ക് വശത്ത് വയ്ക്കാം. ഓക്കെ, നമ്മളിവിടെ വാൾവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും വലിയ പീസ് ഉണ്ടല്ലോ, അതായത് 1/2 ഇഞ്ചിൻ്റെ പൈപ്പ് 9 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്താൽ മറ്റേ പീസ്, ആ ഒരു പീസ് നമ്മൾ ഈ ഒരു അറ്റത്ത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മളിവിടെ പശ ചെയ്ത് ഒട്ടിക്കരുത്, കാരണം നമുക്കിവിടെ പെല്ലറ്റ്സ് വയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഊരിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്താണ് പെല്ലറ്റ്സ് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പീസ് ഒട്ടിക്കരുത്. ഓക്കെ, നമ്മുടെ ഗണ്ണിൻ്റെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ബാൽ ട്യൂബിൻ്റെ സ്ഥലം കണ്ടോ, ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും എയർ ലീക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ MC വെച്ച് അടച്ചെടുക്കണം. ഓക്കെ, അതിനായിട്ട് നമ്മൾ MC 2 സെയിം അളവിൽ നമുക്ക് മുറിച്ചെടുക്കാം.
അതിനുശേഷം നമുക്ക് രണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ രണ്ടും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നമ്മുടെ ഇവിടെ ബാൽറ്റുവിൻ്റെ ഈ ഒരു സ്ഥലത്തും അതുപോലെ തന്നെ മറ്റേ ഒരു സ്ഥലത്തും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. കാരണം ഒരിക്കലും എയർ ലീക്ക് ചെയ്യാൻ പാടില്ല. എയർ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ MC-യിൽ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം വയ്ക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതായത് നമ്മുടെ MC-യിലൊക്കെ അതായത് സെറ്റ് ആയിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂറായി, നല്ല രീതിയിൽ സെറ്റായി. ഇനി നമ്മൾ അടുത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പ്രേ പെയിൻറ്റ് അടിക്കുകയാണ്. ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ് അടിക്കാനുള്ള ഒരു പരിപാടിയാണ്. എന്നാൽ തന്നെ നമ്മുടെ ഗണ്ണിനൊരു ഇടുപ്പ് ഉണ്ടാവുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് മറ്റേ സൈഡും കൂടി അടിച്ചു കൊടുക്കാം, അപ്പർ സൈഡും കൂടി അടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്ത പെയിൻ്റൊക്കെ ഉണങ്ങി നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് പെല്ലറ്റ്സ് ഉണ്ടാക്കാം. പെല്ലറ്റ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കാർഡ് ബോർഡാണ്, അതുപോലെ തന്നെ ഒരു ആണി. ഇതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ബുക്കിൻ്റെ പുറന്താളം ഏതെങ്കിലും കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചുരുട്ടും പോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇതുപോലെ നമ്മൾ ചുരുട്ടിയെടുക്കുക. അത് സെൻറ്റർ ഭാഗം ഹോൾ ഉണ്ടാവില്ല, അതിലൂടെ നമ്മൾ ആണി പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം നമ്മൾ മാക്സിമം ഇതുപോലെ ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടേപ്പ് ഉപയോഗിച്ച് ഇതുപോലെ ഒട്ടി. ഓക്കെ, നമ്മൾ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്യാനായിട്ട് നമ്മൾ പെല്ലറ്റ്സ് വെക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത് ഊരിയിട്ട് ഇവിടെ വെച്ച് നമ്മൾ അളവെടുക്കുക. ഏകദേശം ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ, ഒരുപാട് ടൈറ്റ് ആയിട്ട് നിൽക്കരുത്, ചെറിയൊരു ലൂസ് ആയിട്ട് നിൽക്കണം. ഏകദേശം കണ്ടോ, ഇതുപോലെ നിൽക്കുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പെല്ലറ്റ്സ് ഉണ്ടാക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് പറയാം. ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു വാട്ടർ ബോട്ടിൽ നമ്മൾ ആദ്യം എയർ ഫില്ല് ചെയ്യണം. അതായത് പമ്പ് ഉപയോഗിച്ച് നമ്മൾ ഫില്ല് ചെയ്യണം, എയർ ഫില്ല് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇവിടെ പെല്ലറ്റ്സ് വയ്ക്കാം. കണ്ടോ, നമ്മളിവിടെ പെല്ലറ്റ്സ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു വാൾവ് ഉണ്ടോ, ഈ ഒരു വാൾവ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ വാൾവ് നമ്മൾ റിലീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പെല്ലറ്റ്സ് പോകുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് ഫുൾ ഫില്ല് ചെയ്തേക്കാം, എയർ ഫില്ലാണ്. അപ്പോൾ നമ്മൾ ഇത് തുറക്കുന്ന ഒരു ടൈമിൽ ഹൈ പ്രഷറിലാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പെല്ലറ്റ്സ് പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ വാട്ടർ ബോട്ടിലേക്ക്, അതായത് പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് നമുക്ക് ആദ്യം തന്നെ എയർ ഫില്ല് ചെയ്യണം. നമ്മൾ സൈക്കിളിലൊക്കെ അടിക്കുന്ന പമ്പ് ഉണ്ടല്ലോ, ആ പമ്പ് ഉപയോഗിച്ച് നമുക്ക് എയർ ഫില്ല് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ട്യൂബിലേക്കാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ അതേ നമ്മുടെ പെല്ലറ്റ്സ് തുളഞ്ഞിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ അതേ നമ്മൾ ചെയിൻ റൂബ്രിക്കേറ്റ് ചെയ്യണ മറ്റേ ബോർഡിലാണ്, അതും തുളഞ്ഞിട്ടുണ്ട്. അപ്പം പവർഫുള്ളായിട്ടാണ് പോണത്. ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തത് 3 ഫ്യൂസായ മറ്റേ ട്യൂബിലേക്കായിരുന്നു. അത് പൊട്ടിയിട്ട് ചിതറി പോയായിരുന്നു. അപ്പോൾ രണ്ടാമത് നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, അതിൽ വെള്ളം നിറച്ചിട്ടായിരുന്നു. അപ്പോൾ അത് തുളഞ്ഞിട്ട് അതിൻ്റെ ഉള്ള വെള്ളമൊക്കെ പുറത്തേക്ക് വന്നു. മൂന്നാമത് നമ്മൾ ഷൂട്ട് ചെയ്ത മറ്റേ ചെയിനൊക്കെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന മറ്റേ ഒരു പാട്ടയും കൊണ്ടുള്ള ബോട്ടിലുണ്ടല്ലോ, അതിലേക്കായിരുന്നു. അതും തുളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പവർഫുൾ ആയിട്ടാണ് ഇതിൻ്റെ പെല്ലറ്റ്സ് ഒക്കെ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എയർ ഗൺ എങ്ങനെയുണ്ട്? വേറെ ലെവലല്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചില്ല, അത്യാവശ്യം പവർഫുൾ ആണ്, കിടു സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ അത്യാവശ്യം പവർഫുൾ ആയിട്ടാണ് ഇതിന്റെ പെല്ലറ്റ്സ് വരുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും നമ്മൾ തമാശക്ക് പോലും ഇതിന്റെ ഫ്രണ്ടിൽ നിൽക്കരുത്, വളരെ സൂക്ഷിച്ചാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാൻ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് തന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടാവും, അത് ഞെക്കി പൊട്ടിച്ചേക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്ന് പറയുന്നില്ല. ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുടെ മേത്തേക്ക് വിടാണ്ടിരിക്കുക. കാരണം ഇതിന് തുമ്പത്ത് ആണി വെച്ചുകൊണ്ട് തന്നെ വളരെ ഡേഞ്ചറാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് നല്ല കിടിലം വീഡിയോസുമായി വീണ്ടും കാണാം. ഇസ്മി അൻഷാദ് സൈനിങ് ഔട്ട്.